ഖുർആൻ ഓതാൻ അറിയുന്നവർക്ക് എല്ലാ ദിവസവും പതിവാക്കൽ സുന്നത്തുള്ള ചില സൂറത്തുകൾ. അതിൽ ഒന്നാണ് സൂറത്തുൽ വാഖിയ. ഈ സൂറത്തിന്റെ സൂറത്തുൽ ഗിന എന്ന് പറയപ്പെടും. ഐശ്വര്യത്തിന്റെ സൂറത്ത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സൂറത്തുൽ വാഖിയത്തി സൂറത്തുൽ ഗിന ഫഖറഊഹാ വഅല്ലിമൂഹാ ഔലാദകും. വാഖിയ സൂറത്ത് അത് ഐശ്വര്യത്തിന്റെ സൂറത്താണ്. അത് നിങ്ങൾ ഓതുകയും നിങ്ങളുടെ മക്കൾക്ക് അത് പഠിപ്പിക്കുകയും ചെയ്യണം. പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. കാരണം എന്താണ്? മറ്റൊരു ഹദീസിൽ കാണാം, മഖറഅ സൂറത്തുൽ വാഖിയത്തി കുല്ല ലൈലത്തി ലം തുസിബഹു ഫാഖതൻ അബദാ. ഒരാൾ എല്ലാ രാത്രിയും സൂറത്തുൽ വാഖിയ ഓതുകയാണെങ്കിൽ അവന് ഒരിക്കലും ദാരിദ്ര്യം എന്നുള്ളത് എത്തുകയില്ല. അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം, ഫഖീർ തരം എന്നത് വരികയില്ല. അതുകൊണ്ട് ദാരിദ്ര്യം നാം പേടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖർ. ഫഖീർ തരത്തെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ദാരിദ്ര്യം, ഫഖീർ തരം പാടില്ല. കാരണം കാതൽ ഫഖറു അൻ യകൂന കുഫ്റ. ചിലപ്പോൾ ഫഖീർ തരം കുഫറിലേക്ക് എത്താൻ സാധ്യമാകും. കഠിനമായ ദാരിദ്ര്യമുണ്ടെങ്കിൽ ചിലപ്പോ ഈമാൻ തന്നെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫഖീർ തരം വേണ്ട എന്ന് തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. പക്ഷേ മിസ്കീനാവൽ നല്ലതാണ്. മിസ്കീനായിട്ട് ജീവിക്കുന്ന എന്നെ മിസ്കീനായിട്ട് ജീവിപ്പിക്കുക, മിസ്കീനായിട്ട് മരിപ്പിക്കുന്നു. മിസ്കീൻ തരം ബുദ്ധിമുട്ടില്ല, നല്ലതാണ്. പക്ഷെ ദാരിദ്ര്യം, ഫഖീർ തരം വേണ്ട എന്ന് തങ്ങൾ ദുആ. അതുകൊണ്ട് വാഖിയ സൂറത്ത് ഓതുന്നവനിക്ക് ഒരിക്കലും ദാരിദ്ര്യം എന്നുള്ളത് അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. നിങ്ങൾ നോക്കൂ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗിയായി. അങ്ങനെ രോഗിയായപ്പോൾ അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിലാണ്. ഉസ്മാൻ അവിടുന്ന് രോഗിയെ സന്ദർശിച്ചുകൊണ്ട് ചോദിക്കുന്നു, മാ തശ്തകി, നിങ്ങൾക്കുള്ള വിഷമം, ബേജാർ എന്തുണ്ട്? അവിടുന്ന് പറയുന്നു, എന്റെ ബേജാർ ദുനൂബി, എന്റെ ദോഷങ്ങളാണ്, എന്റെ തെറ്റുകളെ സംബന്ധിച്ച് ഞാൻ ബേജാറിലാണ്. പിന്നെയും ചോദിക്കുന്നു, മാ തശ്തഹി, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? അവിടുന്ന് പറയുന്നു, റഹ്മത്ത് റബ്ബി, എന്റെ റബ്ബിന്റെ റഹ്മത്തിനെ ഞാൻ ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നു. വീണ്ടും ചോദിക്കുന്നു, അലാ അദ്ഉ ലക ത്വബീബ്, ഞാൻ ഡോക്ടറെ വിളിക്കട്ടെയോ, ഡോക്ടറെ കൊണ്ടുവരട്ടെയോ നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടി? അപ്പോൾ ചോദിക്കുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അത്വബീബ് അംറവനി, ഡോക്ടറാണോ എനിക്ക് രോഗം നൽകിയത്? അതുകൊണ്ട് എനിക്ക് ഡോക്ടറിന്റെ ആവശ്യമില്ല ഈ സന്ദർഭത്തിൽ. വീണ്ടും നാലാമതായി ചോദിക്കുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലാ ആമുറു ലക ബിഅഖാഇ, ഞാൻ കുറച്ച് ക്യാഷ് തരട്ടെയോ, കുറച്ച് എന്തെങ്കിലും കൊടുമികൾ, സമ്മാനങ്ങൾ നിങ്ങൾക്ക് ഞാൻ കൊണ്ടുതരട്ടെയോ? അപ്പോൾ പറയുന്നത്, ആ ഹാജത്ത് എനിക്കതിന്റെ ആവശ്യമില്ല, എനിക്കിപ്പോ പൈസന്റെ ആവശ്യമൊന്നുമില്ല. വീണ്ടും ഉസ്മാൻ പറയുന്നു, യഖൂലു ബനാതിക, നിങ്ങൾക്ക് കുറെ പെൺമക്കളുണ്ട്, അവർക്കാകുമല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് വേണമെങ്കിലും നിങ്ങൾക്കുള്ള പെൺമക്കൾക്കായിട്ട് ഞാൻ തരട്ടെയോ? അപ്പൊ പറയുന്നു, എന്റെ പെൺമക്കൾക്ക് ദാരിദ്ര്യം വരുമെന്ന് നിങ്ങൾ പേടിക്കുന്നുണ്ടോ? എന്റെ പെൺമക്കളോട് ഞാൻ എല്ലാ രാത്രിയും സൂറത്തുൽ വാഖിയ ഓതാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്റെ പെൺമക്കൾക്ക് ദാരിദ്ര്യം വരുമെന്ന് നിങ്ങൾ പേടിക്കണ്ട. കാരണം ഫഇന്നി സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു. എന്ത്?
രാത്രിയും സൂറത്തുൽ വാഖിയ ഓതിയാൽ അവനിക്ക് ഒരിക്കലും ദാരിദ്ര്യം സംഭവിക്കുകയില്ല എന്ന് ഞാൻ കേട്ടത് കൊണ്ട് എന്റെ പെൺമക്കളോട് ഞാൻ വാഖിയ സൂറത്ത് ഓതാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പൈസന്റെ ആവശ്യമോ പെൺമക്കൾക്ക് ദാരിദ്ര്യം വരുമെന്ന പേടിയോ എനിക്കില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് തങ്ങൾ പല സന്ദർഭങ്ങളായി പറഞ്ഞതാണ്, അല്ലിമു നിസാഅകും സൂറത്തുൽ വാഖിയ ഫഇന്നഹാ സൂറത്തുൽ ഗിനാ. നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് വേണ്ടി പെണ്ണുങ്ങൾക്ക് പ്രത്യേകമായി നമ്മൾ പറഞ്ഞതാണ്, അവർക്ക് സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചു കൊടുക്കുക, അത് ഐശ്വര്യത്തിന്റെ സൂറത്താണ്. അതുകൊണ്ട് മറ്റൊരു ഹദീസിൽ കാണാം, മഖറ സൂറത്തുൽ വാഖിയതി وتعلمها لم يكتب من الغافلين ولم يفتقر هو واهل بيته. ഒരാൾ വാഖിയ സൂറത്ത് ഓതുകയും അത് പഠിക്കുകയും ചെയ്താൽ അവനെ അശ്രദ്ധന്മാരിൽ ഗാഫിലീങ്ങൾ എഴുതപ്പെടുകയില്ല. അതുപോലെ അവനിക്കോ അവന്റെ കുടുംബത്തിനോ ഒരിക്കലും ദാരിദ്ര്യം എത്തുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പതിവാക്കേണ്ട ഒരു സൂറത്ത് സൂറത്തുൽ വാഖിയ. അത് ഇശാന്റെ ശേഷം നല്ലതാണ്, അതുപോലെ മഗ്രിബിന്റെ ശേഷവും നല്ലതാണ്, ഏത് സമയത്തുമാകാം. അല്ലെങ്കിൽ നമുക്ക് സൗകര്യം കിട്ടുന്ന സമയത്തിൽ എല്ലാ ദിവസവും പതിവാക്കൽ സുന്നത്തുണ്ട്. രണ്ടാമത്തെ ഒരു സൂറത്താണ് സൂറത്തു ദുഖാൻ. സൂറത്തു ദുഖാൻ ഒരാൾ ഓതിയാൽ എന്താണ് നേട്ടം? ഒരു ഹദീസിൽ കാണാം, മഖറ സൂറത്തു ദുഖാൻ കുല്ല ലൈലത്തിൽ, ഒരാൾ രാത്രിയിൽ സൂറത്തു ദുഖാൻ ഓതിയാൽ في كل ليلة أصبح يستغفر له 70,000 ملك. സുബ്ഹി വരെ അവനിക്ക് 70,000 മലക്കുകൾ പൊറുക്കലിനെ തേടുന്നതാണ് സൂറത്തുൽ ദുഖാൻ രാത്രിയിൽ അവൻ ഓതുകയാണെങ്കിൽ. മറ്റൊരു ഹദീസിൽ കാണാം, രാത്രി ഓതിയാൽ അവൻ സുബ്ഹിയാകുമ്പോൾ പൊറുക്കപ്പെട്ടവനാകും, അവന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടും. അതുപോലെ വെള്ളിയാഴ്ച രാത്രി സൂറത്തുൽ ദുഖാൻ ഓതിയാൽ അവന്റെ കഴിഞ്ഞ കാലത്തിന്റെ സർവ്വ തെറ്റുകളും മാപ്പ് ചെയ്യപ്പെടുമെന്നും ഹദീസിൽ കാണാം. അതുകൊണ്ട് സൂറത്തുൽ ദുഖാൻ അത് പതിവാക്കേണ്ട മറ്റൊരു സൂറത്താണ്. മറ്റൊരു സൂറത്ത് സൂറത്ത് യാസീൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് മഹത്വങ്ങളുള്ള സൂറത്താണ് സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ ലിമാ ഖുരിഅ ലഹു, എന്ത് ആവശ്യത്തിന് വേണ്ടി ഓതിയാലും അത് ലഭിക്കുമെന്നാണ്. ഒരാൾ ഒരു പ്രാവശ്യം യാസീൻ സൂറത്ത് ഓതിയാൽ 10 പ്രാവശ്യം ഖുർആൻ ഖത്ം തീർത്തതുപോലെയാണ്. അതുകൊണ്ട് നമുക്ക് രാവിലെ ഒരു യാസീൻ ഓതിയാൽ വൈകുന്നേരം വരെ അവന്റെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടും. അതുപോലെ അവൻ രാഹത്തിലും സന്തോഷത്തിലുമാകും. അതുപോലെ രാത്രി സമയത്തിൽ ഒരാൾ യാസീൻ സൂറത്ത് ഓതിയാൽ സുബ്ഹി വരെ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല, അവന്റെ സുബ്ഹി വരെയുള്ള ആവശ്യങ്ങൾ വീട്ടപ്പെടുമെന്നൊക്കെ ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യുഖറഉ യാസീൻ ഫഇന്ന ഫീഹാ 20 ബറകതൻ, അതിൽ 20 ബറകത്തുകളുണ്ട്, നിങ്ങൾ യാസീൻ സൂറത്ത് ഓതുക. അങ്ങനെ ഓരോന്നായി നിങ്ങൾ പറയുന്നു. വിശന്നവൻ ഓതുകയാണെങ്കിൽ അവനിക്ക് പള്ള നിറച്ചു കിട്ടും. അതുപോലെ നഗ്നനായവൻ ഓതിയാൽ അവനിക്ക് വസ്ത്രം ലഭിക്കും. അതുപോലെ അവിവാഹിതൻ ഓതിയാൽ വിവാഹം ഉണ്ടാകും. അതുപോലെ പേടിച്ചവൻ ഓതിയാൽ പേടിയിൽ നിന്ന് വിശോധി ഉണ്ടാകും. ജയിലിൽ അടക്കപ്പെട്ടവൻ ഓതിയാൽ ജയിൽ മോചനം ഉണ്ടാകും. അതുപോലെ യാത്രക്കാരൻ ഓതിയാൽ അവന്റെ യാത്രയിൽ അവർക്ക് സഹായം ഉണ്ടാകും. അതുപോലെ കാണാതായ വസ്തുവിന് വേണ്ടി ഓതിയാൽ അത് തിരിച്ചു കിട്ടും. അതുപോലെ മയ്യത്തിന്റെ അടുത്ത് ഓതിയാൽ അത് മയ്യത്തിന് ശിക്ഷ ലഘൂകരിക്കപ്പെടും. അതുപോലെ ദാഹിച്ചവൻ ഓതിയാൽ അവന്റെ ദാഹം തീരും. രോഗിയായവൻ ഓതിയാൽ രോഗം മാറും. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാസീൻ സൂറത്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പതിവാക്കേണ്ട മറ്റൊരു സൂറത്താണ് സൂറത്തു യാസീൻ. ഇൻഷാ അല്ലാഹ് ബാക്കി ഒരു 3 സൂറത്ത് നാളെ നോക്കാം. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആൻ തനതായ രൂപത്തിൽ ഓതാനും അതിന്റെ ബറക്കത്ത് സമ്പാദിക്കുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ.